ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 98ാമത്തെ പാർട്ടാണ്. എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. 2 ദിവസം കഴിഞ്ഞതും ദർശനെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു. അതോടെ നാട്ടിലേക്ക് പോകാൻ ദത്തനും റെഡിയായി. അല്ലെങ്കിൽ തന്നെ വർണ്ണയ്ക്ക് തറവാട്ടിൽ നിന്നും പോകാൻ ഇഷ്ടമല്ല. അതിൻ്റെ കൂടെ വാവ കൂടെ വന്നത് അവൾക്ക് പോകണമെന്ന് തന്നെ ഇല്ലാതെയായി. പക്ഷെ അടുത്ത ആഴ്ച എക്സാം ആയതിനാൽ വർണ്ണയുടെ വാശിക്ക് നിൽക്കാതെ ദത്തൻ അവളെ നാട്ടിലേക്ക് കൊണ്ടുപോയി. എക്സാം തുടങ്ങിയതും വർണ്ണയെ ആകെ തിരക്കിലായി. വലിയ മാർക്കൊന്നും പ്രതീക്ഷിച്ചില്ലെങ്കിലും ഫുൾ പാസ്സാവണമെന്ന ലക്ഷ്യം അവൾക്കും ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇയർ എല്ലാ വിഷയത്തിനും ജസ്റ്റ് പാസ്സായതേ ഉള്ളൂ എങ്കിലും സെക്കൻഡ് ഇയർ ആയപ്പോഴേക്കും വർണ്ണ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് PGക്ക് അവൾക്ക് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റി. നല്ല മാർക്ക് വാങ്ങിച്ച് ജയിച്ചാൽ തറവാട്ടിൽ പോകും എന്ന ദത്തൻ്റെ ഉറപ്പിന്മേലാണ് അവൾ നല്ല മാർക്ക് വാങ്ങിയത്. അതോടെ PG കഴിഞ്ഞ് അവർ പാലക്കൽ തറവാട്ടിലേക്ക് തിരിച്ചു വന്നു. ദത്തനും അവിടേക്ക് ട്രാൻസ്ഫർ വാങ്ങിയിരുന്നു. PGയോടെ പഠിപ്പ് നിർത്താനായിരുന്നു വർണ്ണ തീരുമാനിച്ചത്. ദത്തൻ MBAക്ക് ചേർത്തു. വർണ്ണ ഇനി പഠിക്കില്ലെന്ന് വാശി പിടിച്ചുവെങ്കിലും ദത്തൻ്റെ മുമ്പിൽ അതൊന്നും വില പോയില്ല. അതോടെ ഡിഗ്രി കഴിഞ്ഞ് B.Edന് ചേരാൻ നിന്ന് ഷീലുവിനെ വർണ്ണ ഓരോന്ന് പറഞ്ഞ് പാട്ടിലാക്കി തൻ്റെ ഒപ്പം MBAക്ക് ചേർത്തു. ഭദ്ര പിന്നെ IAS മോഹം കൊണ്ട് നടന്നതിനാൽ നേരെ സിവിൽ സർവീസ് കോച്ചിങ്ങിന് ചേർന്നു. 2-3 ദിവസമായി ഒരു കേസിൻ്റെ പിന്നാലെയാണ് ദത്തൻ. അതുകൊണ്ട് തന്നെ 3 ദിവസമായിട്ട് തറവാട്ടിലേക്ക് പോയി. ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ വർണ്ണയെ വിളിക്കുമെങ്കിലും 2-3 വാക്കിൽ ഫോൺ കട്ട് ചെയ്യും. ഒരുപാട് സംസാരിച്ച് ചിലപ്പോൾ എല്ലാം ഇട്ടെറിഞ്ഞ് അവളുടെ അരികിലേക്ക് പോകാൻ തോന്നും. ദത്തൻ ആരോന്ന് ആലോചിച്ച് സ്റ്റേഷനിലെ ചെയറിലേക്ക് ചാരിയിരുന്നു. സമയം ഉച്ചയാവുന്നേ ഉള്ളൂ. ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്ത് വീട്ടിൽ പോകാം. എന്നിട്ട് വർണ്ണയെയും ഷീലുവിനെയും പിക്ക് ചെയ്യാൻ കോളേജിലേക്ക് പോവാം. വർണ്ണയെക്കുറിച്ച് ആലോചിക്കുന്ന ഓരോ നിമിഷം അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു. 1.5 വർഷം എത്ര പെട്ടെന്നാണ് കടന്നുപോയത്. അപ്പോഴേക്കും അവൻ്റെ സ്നേഹത്തിന് ഒട്ടും മാറ്റവും വന്നിട്ടില്ല. ഫോണിൻ്റെ റിങ് കേട്ടാണ് ദത്തൻ ആലോചനയിൽ നിന്നും പുറത്തു വന്നത്. ഷീലുവിൻ്റെ കോളാണ്. അവൻ സംശയത്തോടെ കോൾ അറ്റൻഡ് ചെയ്തു. എന്താ മോളെ ഈ സമയത്ത് ക്ലാസ് ഇല്ലേ? ഏട്ടാ, ഞങ്ങൾ ഹോസ്പിറ്റലിലാണ്. വർണ്ണയ്ക്ക് വയ്യ. കോളേജിൽ വെച്ച് അവളൊന്ന് തലയിറങ്ങി വീണു. നിങ്ങളേത് ഹോസ്പിറ്റലാ? സിറ്റി ഹോസ്പിറ്റലിൽ. അടുത്ത നിമിഷം ദത്തൻ കോള് കട്ട് ചെയ്ത് പുറത്തേക്ക് ഓടി. താൻ കൂടെയില്ലാത്ത കാരണം ഭക്ഷണമൊന്നും അവൾ ശരിക്ക് കഴിക്കില്ല. എത്ര പറഞ്ഞാലും കേൾക്കില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യുക? ദത്തന് ഹോസ്പിറ്റലിൽ എത്തുന്നവരെ ടെൻഷൻ മാറിയില്ല. വണ്ടി പാർക്കിങ്ങിൽ നിർത്തി അവൾ ഷീലുവിനെ വിളിച്ചു. വർണ്ണ കിടക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുത്തു ദത്തൻ അവിടേക്ക് ഓടുകയായിരുന്നു. കാഷ്വാലിറ്റിക്ക് മുന്നിൽ ഷീലു അവരെ 2 ടീച്ചർമാരും ഇരിക്കുന്നുണ്ട്. ദത്തൻ വരുന്നുകൊണ്ട് അവർ ഇരുന്നിടത്തുനിന്ന് എണീറ്റു. ഏട്ടാ! ഷീലു അവനെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. അവൾ ഒരുപാട് പേടിച്ചു എന്ന് ദത്തനും മനസ്സിലായി. ഡോക്ടർ എന്താ പറഞ്ഞ്? ഷീലുവിനെ ചേർത്ത് പിടിച്ച് ദത്തൻ ടീച്ചറോടായി ചോദിച്ചു. ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുക, ഒന്നും പറഞ്ഞിട്ടില്ല. കൂട്ടത്തിലൊരു ടീച്ചർ പറഞ്ഞു. ഡോക്ടർ പുറത്തേക്ക് വന്നു. ഡോക്ടർ, വർണ്ണയ്ക്ക് എങ്ങനെയുണ്ട്? പേടിക്കാനൊന്നുമില്ല സാർ, വർണ്ണയുടെ ഹസ്ബൻഡാണ്. ഓ ഓക്കെ, വർണ്ണ പ്രഗ്നൻ്റ് ആണ്. അത് കേട്ടതും ദത്തൻ്റെ കണ്ണുകൾ വിടർന്നു. കണ്ണുനീരിൻ്റെ നനവ് പടർന്നു. ഫുഡ് ശരിക്ക് കഴിക്കാത്ത കാരണം ബോഡി വീക്കാണ്. അതുകൊണ്ട് ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. 1/2 മണിക്കൂർ കഴിഞ്ഞ് വീട്ടിൽ പോവാം. ഡോക്ടർ അത് പറഞ്ഞ് നടന്നുപോയി. ഡോക്ടർ, ഞാൻ അവളെ ഒന്ന് കയറി കണ്ടോട്ടെ? ഡോക്ടറെ പുറകെ ഓടിച്ചെന്ന് ചോദിച്ചു. കണ്ടോളൂ. ഡോക്ടർ അത് പറഞ്ഞു. ദത്തൻ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി. വർണ്ണ ബെഡിൽ കണ്ണടച്ച് കിടക്കുകയാണ്. ദത്തൻ പതിയെ അവളുടെ അരികിൽ വന്നിരുന്ന് അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് ചുണ്ടിൽ അമർത്തി ഉമ്മ വെച്ചു. ദത്തൻ്റെ സാമീപ്യം അറിഞ്ഞതും വർണ്ണ കണ്ണുകൾ പതിയെ തുറന്നു. ദത്തനെ കണ്ടത് അവളുടെ ചുണ്ടുകൾ വിതുമ്പിപ്പോയിരുന്നു. എന്താടാ? അവളെ നെറുകയിൽ തലോടി അവൻ വിളി കേട്ടു. എന്നെ വഴക്ക് പറയല്ലേ ദത്ത. ഞാൻ രാവിലെ ശരിക്കും ഫുഡ് കഴിച്ചതാ, നല്ലോണം കഴിച്ചതാ. എന്നിട്ടും തലയിറങ്ങി വീണു. വേണമെങ്കിൽ ഷീലുവിനോട് ചോദിച്ചു നോക്ക്. ആണോ? പിന്നെന്താ തലയിറങ്ങി വീണേ? ദത്തൻ കുസൃതിയോടെ ചോദിച്ചു. എനിക്കറിയില്ല, ഞാനൊന്നും ചെയ്തില്ല ദത്ത. എന്നെ ഒന്നും പറയില്ല, ഞാൻ പാവം കുട്ടിയല്ലേ. ഫുഡ് കഴിക്കാതെ ഇതിനു മുമ്പ് ഒരു വട്ടം തലയിറങ്ങി വീണിട്ടുള്ള കാരണം ദത്തൻ അന്ന് ഒരുപാട് ദേഷ്യപ്പെട്ടിരുന്നു. ഇന്നും ഇതുപോലെ വഴക്ക് പറയുമെന്ന് പേടിയിലാണ് വർണ്ണ. ഈ തലകറക്കത്തിന് കാരണം ഞാൻ മാത്രം. ദത്തൻ ചിരിയോടെ പറഞ്ഞു. വർണ്ണ ഒന്നും മനസ്സിലാവാതെ
അവനെ നോക്കി. നമ്മുടെ ഇടയിലേക്ക് പുതിയൊരാൾ കൂടെ വരാൻ പോവാ കുഞ്ഞേ, ദാ ഇവിടെ. വർണ്ണയുടെ വയറിന് മുകളിൽ കൈവച്ച് ദത്തൻ പറഞ്ഞു. വർണ്ണയ്ക്ക് വിശ്വസിക്കാനായില്ല. വർണ്ണ നിറമിഴികളോടെ അവൻ്റെ കൈയിന് മുകളിൽ കൈവച്ചു. അതേടാ, നമ്മുടെ ഭാവി ഇവിടെയുണ്ട്. ദത്തനൊന്ന് കുനിഞ്ഞ് അവളുടെ വയറിലായി ഉമ്മ വെച്ചു. ഇരുവരെയും കണ്ണുകൾ നിറഞ്ഞൊഴുകിയ നിമിഷമായിരുന്നു അത്. ടീച്ചർമാരെ പറഞ്ഞയച്ച് ശീലു അകത്തേക്ക് വന്നു. ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് ദത്തൻ ബെഡിൽ നിന്ന് എണീറ്റ് കണ്ണുകൾ തുടച്ചു. വർണ്ണ! ശീലു ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. ശീലു അമ്മയുടെ വാവേ! അവൾ വർണ്ണയുടെ വയറിലേക്ക് മുഖം ചേർത്തുകൊണ്ട് വിളിച്ചു. 3 പേരും ചിരിച്ചു. 1 മണിക്കൂർ കഴിഞ്ഞ് വർണ്ണയെ ഡിസ്ചാർജ് ചെയ്തു. വീട്ടിലെത്തിയതും തറവാട്ടിൽ ആകെ ഒരു ഉത്സവമായിരുന്നു. എല്ലാവരും വർണ്ണയുടെ ചുറ്റും കൂടി. വിവരം അറിഞ്ഞ ത്രയംബക കുടുംബത്തിൽ നിന്നും പാർവതിയും ധ്രുവയും ചെറിയ മുത്തശ്ശിയും വന്നിരുന്നു. അതുപോലെ ആമയുടെ അച്ഛനും അമ്മയും. പിന്നീട് അങ്ങോട്ട് വർണ്ണയെ ഓരോന്ന് കഴിപ്പിക്കുന്നതിൽ തറവാട്ടിലുള്ളവർ മാറി മാറി മത്സരിക്കുകയായിരുന്നു. എല്ലാ ബഹളവും കഴിഞ്ഞ് രാത്രിയാണ് വർണ്ണ ഒന്ന് ഫ്രീ ആയത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും ദത്തൻ റൂമിലേക്ക് പോയിരുന്നു. കുറച്ച് സമയം കൂടെ താഴെ നിന്നിട്ടാണ് വർണ്ണ റൂമിലേക്ക് പോയത്. വർണ്ണയുടെയൊക്കെ ഒരു ഭാഗ്യം, ഇതൊക്കെ കൊണ്ട് എനിക്കും ഗർഭിണിയാവാൻ തോന്നാ. സ്റ്റെയർ കയറി പോകുന്ന വർണ്ണയെ കണ്ട് TV കാണുന്ന ശീലു ഭദ്രയോട് പറഞ്ഞു. ഡി! ആമയുടെ വിളി കേട്ട് രണ്ടും ഞെട്ടി. അയ്യോ ഏട്ടത്തി, ഞാൻ അങ്ങനെ ഗർഭിണിയാവുന്ന കാര്യമല്ല പറഞ്ഞേ, കല്യാണം കഴിച്ചിട്ട് ഗർഭിണിയാവുന്ന ഞാൻ ഉദ്ദേശിച്ചത്. എണീറ്റ് പോയി ഉറങ്ങാൻ നോക്കിയേ. സ്വന്തം കാര്യം പോലും ഒറ്റയ്ക്ക് നോക്കാൻ വയ്യാത്തവൾ അതിന് കല്യാണം കഴിച്ച് ഗർഭിണിയാവാൻ നിൽക്കണേ. ആമി കലിപ്പായതും ശീലു വേഗം റൂമിലേക്ക് ഓടി. പിന്നാലെ ഭദ്രയും. റൂമിലെത്തിയ വർണ്ണ ദത്തനെ നോക്കിയെങ്കിലും അവനെ കണ്ടില്ല. ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ട് അവൻ കുളിക്കുകയെന്ന് മനസ്സിലായി. കയ്യിലുള്ള വെള്ളം ടേബിളിന് മുകളിൽ വെച്ച് അവൾ വന്ന് ഡോർ ലോക്ക് ചെയ്ത് തിരിഞ്ഞതും ദത്തൻ കാറ്റുപോലെ വന്ന് അവളെ പുണർന്നു. എവിടെയായിരുന്നു പെണ്ണ് ഇത്ര നേരം? ദത്തൻ അവളുടെ മുഖം ചുംബനങ്ങളാൽ മൂടി. അത് താഴെ അമ്മയും ചെറിയമ്മയും ഓരോന്ന് സംസാരിച്ചു നിന്നപ്പോ. എന്തൊരു കഷ്ടായത്, എല്ലാരും കൊണ്ട് നിന്റെ ചുറ്റും ഇങ്ങനെ വട്ടം നിൽക്കുക, ഞാനെന്താ ചെയ്യാ? ഉച്ച മുതൽ നിന്നെ ഒന്നും അടുത്ത് കിട്ടാൻ മനുഷ്യൻ പെടാപ്പാട് പെടുക. ദത്തൻ അവളെ ഇറുക്കെ കെട്ടിപ്പിടിച്ചു. ദത്തൻ്റെ മേലുള്ള വെള്ളത്തുള്ളികൾ ഒപ്പം അവളുടെ മേലേക്കും പടർന്നിരുന്നു. ദത്തൻ അവളെ ബെഡിൽ കൊണ്ടുവന്നിരുത്തി. ശേഷം അവൻ ചെന്ന് ഒരു മുണ്ടെടുത്തൊടുത്ത് ടവൽ സ്റ്റാൻഡിൽ വിരിച്ചിട്ട് അവളുടെ അരികിലായിരുന്നു. ഞാൻ നാളെ മുതൽ ലീവ് എടുക്കണോടാ. ദത്തൻ അവളുടെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഏയ് വേണ്ട ദത്ത, ഞാനിവിടെ നല്ല കുട്ടിയെ ഒതുങ്ങിയിരുന്നോളാം, പിന്നെ എല്ലാവരും ഉണ്ടല്ലോ. അയ്യടാ, എന്താ എൻ്റെ പൊന്നുമുള്ള വിചാരം? വീട്ടിലിരിക്കാൻ അത് പറ്റില്ല, ക്ലാസ്സിൽ പോകണം. ഇനി സ്കൂട്ടിൽ കോളേജിൽ പോവണ്ട. നിന്നെ കൊണ്ടാക്കാനും കൊണ്ടുവരാനും ഞാൻ ലീവ് എടുക്കണമെന്ന് ചോദിച്ചേ. ദത്തൻ പറയുന്നിട്ട് വർണ്ണയുടെ മുഖം വാങ്ങി. ഞാൻ പ്രഗ്നൻ്റ് അല്ലേ ദത്ത, അപ്പം ഞാൻ റെസ്റ്റ് എടുക്കണ്ടേ? അതിൽ നീ കോളേജിൽ കരിങ്കല്ല് ചുമക്കാനൊന്നല്ലല്ലോ പോണേ. നാളെ ക്ലാസ്സിൽ പോവണ്ട, മറ്റന്നാൾ മുതൽ പോകണം. ദത്ത, ഒരു ദത്തനും ഇല്ല. വർണ്ണ പിണങ്ങിക്കൊണ്ട് അവൻ്റെ കൈ തട്ടിമാറ്റി ബെഡിൽ കയറി കിടന്നു. ദത്തൻ ചിരിയോടെ ലൈറ്റ് ഓഫ് ചെയ്ത് അവളുടെ അരികിലായി വന്ന് കിടന്നു. കുഞ്ഞേ, ദത്തൻ അവളുടെ കാതിലെ പതിയെ വിളിച്ചു. എന്താ? അവൾ ദേഷ്യത്തിൽ ചോദിച്ചു. ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കടാ. ഇല്ല, എനിക്കിപ്പോൾ ഇങ്ങനെ കിടക്കാൻ ഇഷ്ടം. അത് കേട്ടതും ദത്തൻ ബെഡിൽ നിന്ന് ഇറങ്ങി അവളുടെ അപ്പുറത്തായി വന്ന് കിടന്നു. തന്നെ നോക്കി കിടക്കുന്ന ദത്തനെ കണ്ട് അവൾ ഇപ്പുറത്തേക്ക് തിരിഞ്ഞു കിടന്നു. കുഞ്ഞേ! ദത്തൻ പരിഭവത്തോടെ വീണ്ടും എണീറ്റ് അപ്പുറത്തേക്ക് ചെന്ന് കിടന്നു. ദത്തൻ്റെ അപ്പോഴത്തെ ഭാവം കൊണ്ട് വർണ്ണയ്ക്ക് പാവം തോന്നി. ദത്തൻ പതിയെ അവളെ ഉയർത്തി തൻ്റെ നെഞ്ചിലേക്ക് കിടത്തി. ദത്ത, ഞാൻ നാളെ കോളേജിൽ പോവണ? അവൻ്റെ കഴുത്തിൽ സ്വർണ്ണമാലയിൽ കൈ ചുറ്റിക്കൊണ്ട് അവൾ ചോദിച്ചു. പോവണം. നമ്മൾ കുറേ സ്വപ്നങ്ങൾ കണ്ടതല്ലേ, അതൊക്കെ നടക്കണം. എങ്കിലും പഠിക്കണ്ടേ? അപ്പം എൻ്റെ കുട്ടി മറ്റന്നാൾ മുതൽ ക്ലാസ്സിൽ പോവില്ലേ? പോവാൻ ദത്ത. അത് കേട്ട് ദത്തൻ അവളുടെ നെറുകയിൽ ഉമ്മ വെച്ചു. എന്തെങ്കിലും വയ്യായിട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടാ. അവളൊന്ന് മൂളിക്കൊണ്ട് ദത്തനെ ചേർത്ത് പിടിച്ച് കിടന്നുറങ്ങി. കുഞ്ഞിനുള്ള കാത്തിരിപ്പിലായിരുന്നു പിന്നീടുള്ള ദിവസങ്ങൾ ആ താറവാട്. ദത്തൻ പറഞ്ഞതിനനുസരിച്ച് പറഞ്ഞ ക്ലാസ്സിൽ പോകാൻ തുടങ്ങി. ലക്ഷ്മോന് ഇപ്പോൾ 1.5 വയസ്സായി. എന്നാലും ദർശന മോനെ
നോക്കാൻ ലീവ് എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് വർണ്ണയും ശീലുവിനെയും കാറിൽ കൊണ്ടുവിടുന്നതും ദർശനയാണ്. ക്ലാസ്സിൽ അവൾക്കൊപ്പം ശീലു ഉള്ളത് എല്ലാവർക്കും ഒരു സമാധാനമായിരുന്നു. വർണ്ണയ്ക്ക് ഇപ്പോൾ 3 മാസമായി. ഇടയ്ക്ക് എന്നല്ലാതെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും അവൾക്കുണ്ടായിരുന്നില്ല. വൈകുന്നേരം സ്റ്റേഷനിൽ നിന്ന് വന്ന ദത്തൻ മസാല ദോശയായി വന്നത്. കയ്യിലെ പൊതി ശീലുവിൻ്റെ കയ്യിൽ കൊടുത്ത് ദത്തൻ മുകളിലേക്ക് കയറിപ്പോയി. ആരെന്ത് കൊണ്ടുവന്നാലും ശീലുവാണ് വർണ്ണയെ കഴിച്ച് സഹായിക്കാറുള്ളത്. കാലം എത്ര കഴിഞ്ഞിട്ടും വർണ്ണയുടെ ശീലുവിൻ്റെയും കൂട്ടിക്കളി പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ സിവിൽ സർവീസും കോച്ചിങ്ങും ചേർന്നതോട് കൂടെ ഭദ്രയ്ക്ക് കുറച്ച് ഗൗരവമൊക്കെ വന്നിട്ടുണ്ട്. ഇത് പറ്റില്ല കേട്ടോ പറഞ്ഞ, എത്ര നേരം ഈ ദോശയും വെച്ചിരിക്കുന്ന, എൻ്റെ കഴിച്ചു കഴിഞ്ഞല്ലോ. എനിക്ക് വേണ്ട ശീലു, കഴിക്കാൻ തോന്നണില്ല, ഇത് കൂടെ കഴിച്ചോ. തൻ്റെ പ്ലേറ്റ് ശീലുവിന് നീട്ടി. എനിക്ക് വേണ്ട, നീ തന്നെ കഴിച്ചാൽ മതി. വേണ്ടഞ്ഞിട്ടാ, അടി കിട്ടും പറഞ്ഞേ, ഇരുന്ന് മര്യാദയ്ക്ക് കഴിച്ചേ. അടുത്തിരിക്കുന്ന ആമി ശാസനയോട് പറഞ്ഞു. വർണ്ണയുടെ കണ്ണു നിറഞ്ഞു. ഭക്ഷണം കഴിക്കാതിരുന്ന കള്ളക്കരച്ചിലേട്ടത്തി ഇതിലേട്ടത്തി വീഴണ്ടാട്ടാ. അടുത്തിരിക്കുന്ന ഭദ്ര പറഞ്ഞു. എന്താ അവിടെ? കുളി കഴിഞ്ഞ് വന്നത് അത്തൻ താഴേക്ക് ഉള്ള ബഹളം കേട്ട് വന്നു. ഇവൾക്ക് ഭക്ഷണം കഴിക്കാൻ മടിയേട്ടാ, ഉച്ചക്കത്തെ ഫുഡും ഇവള് മൊത്തം കഴിച്ചില്ല. ശീലു പറയുന്ന കേട്ട് പറഞ്ഞ അവളെ നോക്കി പേടിപ്പിച്ചു. എന്താ നീ കഴിക്കാത്തേ? ദത്തൻ അവളുടെ അടുത്തുള്ള ചേര് വന്നിരുന്നു. എനിക്കിത് വേണ്ട ദത്ത, ഞാൻ പിന്നെ കഴിക്കാം. ഇപ്പം തന്നെ 8 മണിയായി, ഇനി എപ്പോൾ കഴിക്കാനാ? മര്യാദയ്ക്ക് കഴിക്കാൻ നോക്ക്. ദത്തൻ ഗൗരവത്തിൽ പറഞ്ഞു. ശീലു, ഭദ്ര വാ, വർണ്ണ കഴിച്ചോളും. ആമി അത് പറഞ്ഞു രണ്ടുപേരെയും വിളിച്ച് അവിടെ നിന്ന് പോയി. അവള് വർണ്ണയാണെങ്കിൽ ദത്തനെ പേടിപ്പിച്ച് തല കുനിച്ചിരുന്ന ദോശയിൽ വിരലോടിച്ചിരിക്കുകയാണ്. ദത്തൻ അത് കണ്ട് അവളുടെ അരികിലേക്ക് ചേർന്നിരുന്നു. ശേഷം പ്ലേറ്റ് തൻ്റെ മുന്നിലേക്ക് നീക്കി അതിൽ നിന്ന് ദോശയെടുത്ത് അവൾക്ക് നേരെ നീട്ടി. എനിക്ക് വേണ്ടഞ്ഞിട്ടാ, എനിക്ക് ഛർദ്ദിക്കാൻ വരാ. അങ്ങനെ വൊമിറ്റിംഗ് ടെൻഡൻസി വന്നാൽ വൊമിറ്റ് ചെയ്തോ. ഇനിയും ദോശ ഉണ്ടല്ലോ, നമുക്ക് വീണ്ടും കഴിക്കാം. വേറെ വഴിയില്ലാത്തത് കൊണ്ട് വർണ്ണയ്ക്ക് അവൻ നീട്ടിയ ദോശ കഴിച്ചു. അടുത്ത കഷ്ണം കഴിക്കുന്നതിന് മുമ്പേ അവൾ ഓക്കാനിക്കാൻ നിന്നു. അടവെടുക്കാൻ നിന്ന് എൻ്റെ കൊച്ച്, നിന്റെ വയറ്റിലുണ്ടെന്ന് ഞാൻ നോക്കില്ല, നല്ല അടി വെച്ച് അങ്ങോട്ട് തരൂട്ടാ. അത് കേട്ട് വർണ്ണ അവനെ തുറപ്പിച്ച് നോക്കി. എന്താടി കണ്ണൂറ്റി പേടിപ്പിക്കുന്നേ? നിന്നെ കൊണ്ട് ഇത് കഴിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ദത്തൻ അത് പറഞ്ഞ് അവൾക്ക് ദോശ കൊടുക്കാൻ തുടങ്ങി. വർണ്ണ പിണങ്ങിക്കൊണ്ട് അവൻ കൊടുത്ത ദോശ മുഴുവൻ കഴിച്ച് കഴുകി എണീറ്റ് പോയി. അവൾ പിണക്കത്തിലാണെന്ന് ദത്തനും മനസ്സിലായി. ദത്തൻ ഫുഡും കഴിച്ച് റൂമിലെത്തുമ്പോൾ വർണ്ണ ബുക്കിൽ നോക്കിയിരിക്കുകയാണ്. അവനെ കണ്ട് വർണ്ണ മുഖം തിരിച്ച് ഉറക്കെ വായിക്കാൻ തുടങ്ങി. അത് കണ്ട് ദത്തൻ ഫോണും എടുത്ത് ബെഡിൽ വന്നിരുന്നു. കുറച്ചു നേരം ദത്തൻ തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലായതും വർണ്ണ വായിക്കൽ നിർത്തി അവളുടെ ബുക്കിലുള്ള എല്ലാ കലാപരിപാടിയിലേക്ക് കടന്നു. വർണ്ണ കാര്യം എന്തോ ചെയ്യുന്നത് കണ്ട് ദത്തൻ ശബ്ദം ഉണ്ടാക്കാതെ അവളുടെ പിന്നിൽ വന്നു നിന്നു. പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന ടോപ്പിക്കിന് താഴെയുള്ള ഒഴിഞ്ഞ സ്ഥലത്ത് പെൻസിൽ കൊണ്ട് ചിത്രം വരയ്ക്കുന്ന തിരക്കിലാണ് കക്ഷി. ഒരച്ഛനും അമ്മയും അവരുടെ ഇടയിൽ കൈവച്ച് നിൽക്കുന്ന 2 കുട്ടികൾ. അത് കണ്ട് ദത്തന് ചിരി വന്നിരുന്നു. പിന്നിൽ ആരും നിൽക്കുന്ന പോലെ തോന്നിയും വർണ്ണ തിരിഞ്ഞു നോക്കി. ഇതാണോ നിന്റെ പഠിത്തം? ദത്തൻ ഗൗരവത്തിൽ ചോദിച്ചു. അവൾ താല്പര്യമില്ലാത്ത പോലെ മൂളി. ശേഷം ബുക്ക് അടച്ചു വെച്ച് വർണ്ണ ബെഡിൽ വന്നിരുന്നു. ദത്തൻ പുഞ്ചിരിയോടെ അവളുടെ മടിയിലേക്ക് തല വെച്ച് വർണ്ണ പതിയെ മുഖം തിരിച്ചു. അച്ഛയുടെ പൊന്നെ, ഇതുവല്ല നീ കാണുന്നുണ്ടാവേ? ഈ അമ്മ അച്ഛയോട് പിണക്ക. അമ്മ പിണങ്ങി അച്ഛക്ക് സങ്കടം വരില്ലേ? വർണ്ണയുടെ കണ്ണിട്ട് നോക്കി ദത്തൻ പറഞ്ഞു. അല്ലെങ്കിൽ നിന്റെ അമ്മയ്ക്ക് ഇപ്പം അച്ഛ വേണ്ടല്ലോ. അമ്മയെ സ്നേഹിക്കാനും നോക്കാനും ഇപ്പോൾ ഒരുപാട് ആളുകളായി, അച്ഛൻ മാത്രം ഒറ്റയ്ക്ക്. മുഴുവൻ പറയുന്നതിന് മുമ്പ് വർണ്ണ അവൻ്റെ വാപ്പുത്തി പിടിച്ചു. അങ്ങനെ പറയല്ല ദത്ത, ഞാൻ അങ്ങനെയൊന്നും, എനിക്ക് വർണ്ണ ആകെ കരഞ്ഞു പോയിരുന്നു. അയ്യേ, എൻ്റെ കുട്ടി കരയാണ്, ഞാൻ വെറുതെ പറഞ്ഞല്ലേ. കരയാൻ മാത്രം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ദത്തൻ അവളുടെ കണ്ണുകൾ തുടച്ചു. എനിക്കിപ്പോൾ വേഗം സങ്കടം വരിക, ഞാൻ ചെറിയ കുട്ടികളെ പോലെയാന്ന് പറഞ്ഞു. ദത്തൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. മൂഡ് സിൻസൊക്കെ ഈ സമയത്ത് ഉണ്ടാവൂടാ, സാരില്ലാട്ടാ. ദത്തൻ അവളെ പതിയെ ബെഡിലേക്ക് കടത്തി.
ഉറങ്ങിക്കോട്ടാ, ഞാൻ കൂടെ തന്നെയുണ്ട്. ദത്തൻ അവളെ ചുണ്ടിൽ അമർത്തി ഉമ്മ വെച്ച് അവളെ നെഞ്ചിലേക്ക് കിടത്തി. ദിവസങ്ങൾ ആർക്കും വേണ്ടിയും കാത്തു നിൽക്കാതെ മുന്നോട്ട് ഓടി മറഞ്ഞു. വർണ്ണയ്ക്ക് ഇപ്പം 5 മാസമായി. അതോടെ ദത്തൻ ലോങ് ലീവ് എടുത്ത് വർണ്ണയെ നോക്കാൻ വീട്ടിലിരുന്നു. വീട്ടിൽ കുറേ ആളുകളുണ്ടെങ്കിലും ദത്തന് തന്നെ അവളുടെ കാര്യങ്ങൾ നോക്കണമെന്ന് നിർബന്ധമായിരുന്നു. ദത്ത, ദത്ത, ഓടിവാ, വേഗം ഓടിവാ. വർണ്ണയുടെ അലർച്ച കേട്ട് ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരുന്ന ദത്തൻ ഓടിയിറങ്ങി വന്നു. എന്താ കുഞ്ഞ്, എന്താ പറ്റിയേ, വയ്യേ? അവളുടെ അടുത്തേക്ക് വന്നു ചോദിച്ചു. ദത്ത ഭാവിയാനങ്ങി. വർണ്ണ വയറിന്റെ ഒരു ഭാഗത്ത് കൈവച്ച് പറഞ്ഞു. ഓ, മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞല്ല പെണ്ണ നീ. ദത്തൻ അവളുടെ മുന്നിലായി മുട്ടുകുത്തി നിന്നു. ശേഷം അവളുടെ വയറിലേക്ക് കൈ ചേർത്തു. അനങ്ങുന്നില്ലല്ലോ കുഞ്ഞ്, അവൻ സങ്കടത്തോടെ പറഞ്ഞു. സാരല്ലേ, ഇനി അനങ്ങുമ്പോൾ ഞാൻ വിളിക്കാട്ടാ, അവനെ പറഞ്ഞ ആശ്വസിപ്പിച്ചു. അയ്യേ, ഇതെന്താ നീ കോലത്തില്? പറഞ്ഞ അപ്പോഴാണ് അവന് ശ്രദ്ധിച്ചത്. ആകെ സോപ്പിൽ കുളിച്ചാണ് അവൻ്റെ നിൽപ്പ്. പിന്നെ അമ്മാതിരി വിളിയല്ലേ നീ വിളിച്ച, മനുഷ്യൻ പേടിച്ച് നല്ല ജീവൻ അങ്ങ് പോയി. കയ്യിലെ സോപ്പും പത അവളുടെ മൂക്കിൽ തുമ്പിൽ ചെറുതായി ആക്കി ദത്തൻ ബാത്റൂമിലേക്ക് കയറിപ്പോയി. ഇവരെന്തിനാ ഈ രാത്രി ഇങ്ങനെ കുളിക്കണെന്തോ? വർണ്ണ സ്വയം പറഞ്ഞ് ബെഡിൽ വന്നിരുന്ന് ബെഡ് റെസ്റ്റിലേക്ക് ചാരിയിരുന്നു. ദത്തൻ കുളി കഴിഞ്ഞു വന്ന് സ്റ്റഡി ടേബിളിൽ വന്നിരുന്നു. ലീവായതിനു ശേഷം ദത്തൻ ഓഫീസ് കാര്യങ്ങളിൽ പാർവതിയും പപ്പയും സഹായിക്കാറുണ്ട്. ദത്ത, ഓടിവാ. ഫോണിൽ നോക്കിയിരിക്കുന്ന വർണ്ണ പെട്ടെന്ന് പറഞ്ഞതും ദത്തൻ ബെഡിലേക്ക് കയറി അവളുടെ അടുത്തിരുന്നു. വർണ്ണ അവൻ്റെ കൈയെടുത്ത് തൻ്റെ വയറിലേക്ക് വെച്ച് കുഞ്ഞെ കിക്ക് ചെയ്തു. അത് മനസ്സിലാക്കിയ ദത്തൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ഇട്ടിരിക്കുന്ന ടീഷർട്ട് അല്പം ഉയർത്തി വെച്ച് ദത്തൻ അവളുടെ വയറിലേക്ക് മുഖം ചേർത്തു. കുഞ്ഞ് കിക്ക് ചെയ്യുമ്പോൾ നിനക്ക് വേഗത്തിൽ നിൽക്കുന്നുണ്ടോ ദേവൂട്ടാ? ഇല്ല, കള്ളം പറയല്ലേ. ഒരു കുഞ്ഞ വേദന, പക്ഷെ അതിലൊരു സുഖമുണ്ട്. നമ്മുടെ വാവച്ചല്ലേ. ദത്തൻ കാണുകയായിരുന്നു അവളുടെ അമ്മയിലേക്കുള്ള മാറ്റത്തെ. ദത്തൻ ലൈറ്റ് ഓഫ് ചെയ്ത് അവളുടെ അരികിൽ വന്നിരുന്നു. എൻ്റെ മടിയിലേക്ക് കിടക്കോ ദത്ത? വേണ്ടടാ, എൻ്റെ കുട്ടിക്ക് അല്ലെങ്കിൽ തന്നെ വയ്യ. എനിക്കൊരു കുഴപ്പമില്ല, കിടക്ക് ദത്ത. ദത്തൻ അവളുടെ മടിയിലേക്ക് തല വെച്ച് അവളുടെ വയറിലേക്ക് ഉമ്മ വെച്ചു. ദത്ത, നമുക്ക് ബേബി ഗേൾ വേണോ അതോ ബോയ് വേണോ? ഏത് ബേബി ആണെങ്കിലും ഒരു കുഴപ്പമില്ല, നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞുവാവേ ആയാൽ മതി. എൻ്റെ കുട്ടിയുടെ ആഗ്രഹം എന്താ? ദത്തൻ ആകാംക്ഷയോടെ ചോദിച്ചു. എനിക്ക് അങ്ങനെയായാലും കുഴപ്പമില്ല, പക്ഷെ ആദ്യത്തെ മോനാണെങ്കിൽ രണ്ടാമത്തെ മോളായാൽ മതി. 2 മക്കളാ? നമുക്ക് 2 പേര് വേണം. നിന്നെ പോലെ ഒരു മോനും എന്നെ പോലെ ഒരു മോളും. നല്ല രസമായിരിക്കും. 2 വാവ വേണോ കുഞ്ഞ്? നമുക്കൊരാൾ പോരെ. എൻ്റെ കുട്ടിക്ക് 2 ഡെലിവറി ഒന്നും താങ്ങില്ല. എനിക്ക് 2 പേര് വേണം. നീയല്ലല്ലോ, ഞാനല്ലേ പ്രസവിക്കണേ. പക്ഷേ ഇതിൽ പകുതി അധ്വാനം എൻ്റെ അല്ലേ? അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞു. വർണ്ണയുടെ മുഖത്ത് നാണം തെളിഞ്ഞു. ഇതെന്തെൻ്റെ പെണ്ണിൻ്റെ മുഖത്ത് നാണമൊക്കെ? അവൻ എണീറ്റ് വർണ്ണയുടെ കവിളിലായി കടിച്ചു. എൻ്റെ കുഞ്ഞുങ്ങൊന്ന് വരട്ടെ, എന്നിട്ട് വേണം എനിക്ക് എൻ്റെ പെണ്ണിനെ ഒന്ന് നന്നായി സ്നേഹിക്കാൻ. അവളെ ബെഡിലേക്ക് കിടത്തി ദത്തൻ പറഞ്ഞു. നിനക്കെന്താ ദത്ത, ഒരു നാണല്ലേ ഇങ്ങനെയൊക്കെ പറയാൻ? എനിക്കെന്തിനാ നാണം? ഞാൻ എൻ്റെ പെണ്ണിനോടല്ലേ പറയണേ. പിന്നെ നാണം ഇല്ലാത്തതിൻ്റെ തെളിവാണല്ലോ ദേ ഇത്. വർണ്ണയുടെ വയറിൽ തൊട്ട് പറഞ്ഞതും വർണ്ണ പതിയെ അവൻ്റെ കയ്യിലേക്ക് അടിച്ചു. പിന്നെയും ദിവസങ്ങൾ വേഗത്തിൽ കടന്നുപോയി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്റ്റോറി കഴിഞ്ഞു. നല്ല രസമില്ലേ കേൾക്കാൻ? അപ്പം നല്ലൊരു പാർട്ടായിട്ട് നാളെ കാണാം കേട്ടോ. പിന്നെ നിങ്ങളെപ്പോലെ എനിക്കും സ്റ്റോറി അവസാനിക്കുന്നതിൽ നല്ല സങ്കടമുണ്ട്. പക്ഷേ ഇനിയും വലിച്ചു നീട്ടി ആകെ ബോറായി പോവും. മാത്രമല്ല ഞാനും എക്സാമിൻ്റെയൊക്കെ ടെൻഷനിൽ അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ സ്റ്റോറി ചിലപ്പോൾ നല്ല രീതിയിൽ തുടരാൻ സാധിച്ചൊന്നും വരില്ല. എന്നാലും ഞാൻ ഓൾറെഡി തുടങ്ങി വെച്ച സ്റ്റോറി കണ്ടിന്യൂ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് എല്ലാം ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ പുതിയ സ്റ്റോറിയുടെ കാര്യം അതുകൊണ്ടാണ് ഞാനിങ്ങനെ പെൻഡിങ്ങിൽ വെച്ചേക്കണേ. അപ്പോൾ സപ്പോർട്ട് ചെയ്യട്ടാ. ബൈ, താങ്ക് യു.